പത്തനംതിട്ട പന്തളത്തിന് സമീപം ആതിരമലയിൽ വളർത്തുനായകളുടെ ക്രൂരത എന്ന ആരോപണം. നായകളെ ഉപേക്ഷിച്ച് വീട്ടുടമ പോയതായി നാട്ടുകാർ പറയുന്നു. പട്ടിണി കിടന്ന നായകളിൽ പലതും ചത്തുപോയി. പ്രദേശത്ത് താമസിക്കാൻ കഴിയുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, എന്താണ് നാട്ടുകാരുടെ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടിനും ഈ ആരോപണങ്ങൾക്കും ഇടയ്ക്കിയ സാഹചര്യം? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, ഈ മൃഗസ്നേഹികളെ സംബന്ധിച്ചുകൊണ്ട് അല്പം വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പത്തനംതിട്ട പന്തളം ആതിരമലയിൽ നിന്ന് പുറത്തു വരുന്നത്. ആതിരമലയിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ദമ്പതികളായിട്ടുള്ള ആളുകൾ പലയിടങ്ങളിൽ നിന്നും പല ബ്രീഡുകളിൽപ്പെട്ട പല ഇനത്തിൽപ്പെട്ട നായകളെ കൊണ്ട് വളർത്തുകയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മേളിലായിട്ട് ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. ആ വീട്ടിൽ ഇവർ കൊണ്ടുവന്ന നായകൾ മാത്രമാണുള്ളത്. പല ഇനത്തിൽപ്പെട്ട നായകളുണ്ട്. അതിനൊന്നും ഭക്ഷണം പോലും കൊടുക്കാതെ ഈ വീട്ടുടമയും ഈ വീട്ടുടമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ആ വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ നായകളൊക്കെ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ വലിയ പ്രയാസത്തിലാണ്. പല നായകളും ചത്തുപോയൊരു സാഹചര്യമുണ്ട്. നാട്ടുകാർക്കൊന്നും അവിടെ കഴിയാനും പറ്റുന്നൊരു സാഹചര്യമല്ല. അങ്ങേയറ്റം ദുർഗന്ധമൊക്കെ ഈ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. പല നായകളും ചത്ത് പുഴുത്തോടെ കിടക്കുകയാണ്. അപ്പോൾ അതുങ്ങളെയൊന്നും മാറ്റാനുള്ള ഇടപെടൽ പോലും ആരും നടത്തുന്നില്ല. ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ട് പോലും ആരും അവിടേക്ക് വരുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ മൃഗസംരക്ഷണ സന്നദ്ധ സംഘടനയായിട്ടുള്ള ആരോയിലെ പ്രവർത്തകർ അവിടെ വന്ന് ചില നായകളെ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടുകാർ വലിയ തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആ വീട്ടിൽ താമസിക്കുന്ന 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ താമസിച്ച ഒരാൾ ഏതോ ഒരു കേസിൽപ്പെട്ട് ജയിലിലാണ് എന്നുള്ള ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി അധികൃതർ, ആരോഗ്യ വിഭാഗം അധികൃതർ വന്ന് ബന്ധപ്പെട്ട ആളുകൾ വീട്ടിലെ ഉടമസ്ഥർക്ക് നോട്ടീസൊക്കെ കൊടുത്തതാണ്. എന്നിട്ടും ഈ നായകളെ അവിടുന്ന് മാറ്റാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഈ വീട് പൂട്ടി ആ വീട്ടിലാണ് ആളുകൾ പോയത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ആ വീട്ടിൽ 1-2 നായകൾ 40ഓളം നായകളുണ്ടെന്ന് പറയുന്നു. അതിൽ പല നായകളും ചത്ത് അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ കുഴിച്ചുപോലിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ആ വീട്ടിൽ നിന്ന് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നത്. പ്രജിൻ, ദയനീയമാണ് കാഴ്ചകൾ. എന്തായാലും കൊടും ക്രൂരതയാണ് ഈ വളർത്തുനായകളോട് വീട്ടുകാർ ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഒരു പരിചരണം ആ നായകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.